Devan, I request Devan എന്ന സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കണം. അതാണ് അമ്മയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. സത്യവാചകം ദേവൻ ചൊല്ലിക്കൊടുക്കും. പുതിയ ആഭരണ സഭയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. ദേവനെയാണ് അതിനായി ക്ഷണിച്ചത്. ജഗദീഷ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വനിത തന്നെ വലിയ എൻ്റെ ഒരു വാദം, എൻ്റെ ഒരു പറഞ്ഞു വെച്ചാൽ വനിത ഷുഡ് ഫൈറ്റ് ആൻഡ് വിൻ. അതുപോലെ തന്നെ ശ്വേത ഫോർട്ട് ആൻഡ് വിൻ. സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യങ്ങളും. ഞാൻ ശ്വേതയുടെ കൂടെ, കാരണം വെച്ചാൽ അമ്മ എന്ന അസോസിയേഷന്റെ അതിലൊരു വൈകാരികമായ ബന്ധമുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും ശ്വേതയുടെയും ഈ ടീമിന്റെയും കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും. ദേവൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂർണ്ണ പിന്തുണയുണ്ടാകും. ദേവനും ശ്വേതയും തമ്മിലായിരുന്നു നേർക്കുനേർ മത്സരം. ദേവന് 132 വോട്ടും ശ്വേതാ മേനോന് 159 വോട്ടുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലഭിച്ചത്. ആ വ്യത്യാസത്തിലാണ് ശ്വേത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. 132, 159 എന്ന വോട്ട് വ്യത്യാസം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയ്ക്ക് 267 വോട്ട് കിട്ടിയപ്പോൾ ലക്ഷ്മിക്ക് 139 വോട്ട്. നാസർ ലത്തീഫ് അദ്ദേഹത്തിന് 96 വോട്ടാണ് ലഭിച്ചത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ 172 വോട്ട് നേടി വിജയിച്ചപ്പോൾ രവീന്ദ്രന് 115 വോട്ട് നേടാൻ കഴിഞ്ഞു. സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 2025-2028 കാലയളവിലേക്ക് സ്ഥാനമേൽക്കുന്ന പേര് സംഘടനയുടെ നിയമാവലിക്കനുസൃതമായി പ്രവർത്തിക്കുമെന്നും സംഘടനയുടെ അഭിവൃദ്ധിക്കും അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും സിനിമാ വ്യവസായത്തിന്റെ പുരോഗതിക്കും പൊതുജനത്തിന്റെ നന്മയ്ക്കായും സർവോപരി രാജ്യത്തിന്റെ പുരോഗതിക്കായും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. പുതിയ ഭരണസമിതി ഇതാ സത്യവാചകം ചൊല്ലി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി പുതിയ ഭരണസമിതിയുടെ പ്രതികരണമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സന്തോഷ് കീരാറ്റൂർ, ഉണ്ണി ശിവാൽ, ജയൻ ചേർത്തല എല്ലാവരും വേദിയിൽ എത്തിയിട്ടുണ്ട്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അൻസിബ അടക്കം. അൻസിബ മാത്രമാണ് ഇതിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരാൾ. ബാക്കി എല്ലാവരും എല്ലാ തസ്തികകളിലേക്ക് മത്സരങ്ങൾ നടന്നു. വളരെ ആരോഗ്യകരമായ മത്സരം എന്നാണ് ജഗദീഷ് അടക്കം ഇതിനെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും, പക്ഷേ അതിന് സംഘടനാ അംഗങ്ങളെല്ലാം പുതിയ ഭരണസമിതിക്ക് പിന്തുണ നൽകണം എന്നതാണ് അവർ പറഞ്ഞ കാര്യം.